ഇടതുകോട്ട പ്രധാന വിഷയമല്ലെന്ന് പാലക്കാട് MP BK ശ്രീകണ്ഠൻ. കഴിഞ്ഞ 5 വർഷം MP ഫണ്ടിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകകളും ഉപയോഗിക്കാൻ കഴിഞ്ഞതായും വികസന പ്രവർത്തനങ്ങളിൽ പാലക്കാടിന്റെ മുഖച്ഛായതിനെ മാറ്റാൻ പോകുന്ന പദ്ധതികളാണ് നടപ്പിലാക്കിയിരിക്കുന്നതെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. പാർട്ടി നിർദ്ദേശിച്ചാൽ വീണ്ടും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നും ജനങ്ങളുടെ കോട്ടയിലാണ് വിശ്വാസമെന്നും പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം തുടങ്ങാത്തത് സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പൊക്കാണെന്നും MP പറഞ്ഞു. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം പാലക്കാടിന് നൽകിയ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്, പുതിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? 5 വർഷമായി പാലക്കാട് MP എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുകയും നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ജനങ്ങളുമായി അടുത്ത് ഇടപഴകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം വികസന പദ്ധതികൾ റെയിൽവേയുടേതാണെങ്കിലും നാഷണൽ ഹൈവേ ആണെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് ഈ കഴിഞ്ഞ 5 വർഷക്കാലമാണ്. പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മുടെ പാലക്കാട് റെയിൽവേ പിറ്റ് ലൈൻ പദ്ധതിയാണ്. ആദ്യം 19 കോടിയുടെ പ്രോജക്റ്റാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്കറിയാം, ദീർഘദൂര ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ ഇന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമേ സംവിധാനമുള്ളൂ. അതുകൊണ്ട് എല്ലാ ട്രെയിനും പുറപ്പെടുന്നതും യാത്ര അവസാനിപ്പിക്കുന്നതും എറണാകുളത്തും തിരുവനന്തപുരത്തും. അപ്പോൾ പാലക്കാട് നിന്നും പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ ഉത്തരേന്ത്യയിലേക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗത്തേക്കും ആ സർവീസുകൾ ആരംഭിക്കാനും ആ ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുമുള്ള ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് പിറ്റ് ലൈൻ. രണ്ടാമത് കഴിഞ്ഞ വർഷം 46 കോടി രൂപയുടെ പ്രോജക്റ്റ് അംഗീകരിച്ച് 2 പിറ്റ് ലൈനും 1 സിക്ക് ലൈനും ദീർഘകാലത്തേക്ക് റെയിൽവേക്കും യാത്രക്കാർക്കും പ്രയോജനമായ ഒരു പദ്ധതി. ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് പണി ആരംഭിച്ചു, ടെൻഡർ തുടങ്ങി. ഏകദേശം 61 കോടി രൂപയുടെ പദ്ധതിയായി മാറി. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷന് വരുന്ന ഈ പിറ്റ് ലൈൻ വരുന്നതോടുകൂടി നിരവധി ട്രെയിനുകൾ, പല ട്രെയിനുകളും നമുക്ക് എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് നീട്ടാൻ കഴിയും, പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയും. അപ്പോൾ കേരളത്തിലെ തന്നെ റെയിൽവേയുടെ ഒരു ഹബ്ബായി പാലക്കാട് മാറാൻ സാധിക്കും. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PMGSY പദ്ധതിയാണ്. അതായത് 2 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതിയാണ് PMGSY. മുൻകാലങ്ങളിലൊക്കെ കേരളത്തിൽ തന്നെ 13ാം സ്ഥാനം 14ാം സ്ഥാനമാണ് റോഡ് നേടിയെടുക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് PMGSYയുടെ കാര്യത്തിൽ പാലക്കാടിനുണ്ടായിരുന്നു. ഇത്തവണ 4 വർഷം പിന്നിട്ടപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റോഡുകൾ, കിലോമീറ്ററുകൾ അനുവദിച്ച് കിട്ടിയ ജില്ലകളിൽ കേരളത്തിൽ 2ാം സ്ഥാനമാണ് പാലക്കാട്. അപ്പം അത്രയും റോഡുകൾ, 16 റോഡുകളിലായി 114 കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മുടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ലഭ്യമായത്. ഇപ്പോൾ NHൻ്റെ പദ്ധതി നിങ്ങൾക്കറിയാം, ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് കോഴിക്കോട് ഏകദേശം 10,000 കോടി രൂപയുടെ പ്രോജക്റ്റ്, 61 കിലോമീറ്റർ, ആകെ 121 കിലോമീറ്റർ ആ കോഴിക്കോട് പാലക്കാട് പുതിയ ഹൈവേ. അതിൽ 61 കിലോമീറ്ററും പാലക്കാടാണ്. സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം 1,800 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം 3,000 കോടി രൂപയിലധികം. ഈ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നതോടുകൂടി പാലക്കാടിൻ്റെ വികസനം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയൊരു നേട്ടമായി മാറാൻ പോവുകയാണ്. അതുപോലെ തന്നെ NHൻ്റെ വിവിധ പദ്ധതികൾ വേറെയുണ്ട്. ഒരുപാട് ഫണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി മുടക്കാൻ കഴിഞ്ഞ ഈ 5 വർഷം കൊണ്ട് തീരുമാനിച്ച് മുൻകാലങ്ങളിനേക്കാളും എത്രയോ ഇരട്ടിയാണ്. നമുക്കിവിടെ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൊച്ചി കോഴിക്കോട് പാതയാണ്. അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ കോറിഡോർ, വ്യവസായ ഇടനാഴി, കോയമ്പത്തൂർ കൊച്ചി വ്യവസായ ഇടനാഴി വരുന്നതോടുകൂടി പാലക്കാട് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ വരികയാണ്. ആ കമ്പനികൾ വരുന്നതോടുകൂടി ധാരാളം പേർക്ക് തൊഴിലവസരം, ആയിരക്കണക്കിന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ലഭ്യമാകാൻ പോകുന്നു. അതുപോലെ ആരോഗ്യ മേഖലയിൽ NHM നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഏകദേശം 100 കോടിയുടെ അടുത്ത് ഉള്ള വികസന പ്രവർത്തനമാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, സബ് സെൻ്ററുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾക്കൊക്കെ പുതിയ കെട്ടിടം, പുതിയ എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ ബൃഹത്തായ പദ്ധതി ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. പാലക്കാട് ഒട്ടേറെ കാര്യങ്ങൾ പാലക്കാടിൻ്റെ വികസനത്തിൽ ഭാവിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ ഗുണപ്രദമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. MP ഫണ്ട് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് 1 കോടി രൂപ കോവിഡ് കാലത്ത് MP ഫണ്ടിൽ നിന്ന് നൽകി.
നിങ്ങൾക്കറിയാം, വെന്റിലേറ്റർ പോലും ഇല്ലാതെ ആകെ പരിഭ്രാന്തരായിരിക്കുന്ന ജില്ലാ ആശുപത്രിയിലെ DMO ഡോക്ടർമാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി വെന്റിലേറ്ററുകൾ കോവിഡ് കാലത്ത് MP ഫണ്ടിൽ നിന്നാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് യൂണിറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ 1 കോടി രൂപ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ചെർപ്പളശ്ശേരി ആശുപത്രിയിലേക്ക് 1 കോടി രൂപ, ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് 1 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിന് കൊടുത്തു. ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് 1 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിനായിട്ട് കൊടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ, എന്നാൽ ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി വേറെയും കോവിഡ് കാലത്തും ശേഷവും അട്ടപ്പാടിയിലെ 35 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ICU ആംബുലൻസ് നിരവധി രോഗികൾക്ക്, അത്യാസന്ന നിലയിലായ രോഗികളെ ദൂരേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിമധ്യം മരണപ്പെടുന്നത് ഒഴിവാക്കാൻ ആ ICU സെറ്റപ്പുള്ള ആംബുലൻസിന് കഴിഞ്ഞു. മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി സ്കൂളുകൾ, കോളേജുകൾക്ക്, അട്ടപ്പാടി പട്ടാമ്പി കോളേജുകൾക്ക് കോളേജ് ബസ്, 12ഓളം സ്കൂളുകളിലേക്ക് സ്കൂൾ ബസ്സുകൾ, നിരവധി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടി ഊന്നൽ നൽകിക്കൊണ്ടാണ് പരിമിതമായ ഫണ്ട് കിട്ടിയിട്ട് പോലും പൂർണ്ണമായിട്ടും അതെല്ലാം പാലക്കാടിൻ്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിച്ചത്. ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മറ്റേ POP ആയാലും മറ്റുള്ളവർക്ക് കൂടുതൽ ആ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിന് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നത്. ഇപ്പം മെഡിക്കൽ കോളേജൊക്കെ വലിയ രീതിയിൽ തുടങ്ങിയെങ്കിലും അതൊന്നും എവിടെ എത്താത്ത സ്ഥിതിയാണ് നിൽക്കുന്നത്. അതിപ്പോൾ MP എന്ന രീതിയിൽ എങ്ങനെയാണ് ഇടപെടൽ നടത്തുന്നത്? അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ അധികാരത്തിലുള്ളതാണ് മെഡിക്കൽ കോളേജ്. നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് പാലക്കാടിനൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. പിന്നീട് വന്ന സർക്കാർ അന്നൊക്കെ ദ്രുതഗതിയിൽ നിർമ്മാണം തുടങ്ങി നിരവധി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. ഈ സർക്കാർ സത്യത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിനോട് കടുത്ത അവഗണന കാണിക്കുകയാണ്. ഒരു രാഷ്ട്രീയമായ അവഗണനയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജനങ്ങളുടെ ആവശ്യമാണ് മെഡിക്കൽ കോളേജ് വന്നതിന് ശേഷം ഇപ്പോഴും അവിടെ IP ഇല്ല, അതായത് കിടത്തി ചികിത്സ ഇനി ആരംഭിച്ചിട്ടില്ല. OP വിഭാഗം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെ എല്ലാ കെട്ടിടങ്ങളും സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. സമീപ ഭാവി തന്നെ അത് ആരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പാലക്കാട് നഗരത്തിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളൊരു പ്രതീതിയുണ്ട്. അത് ഈ കോയമ്പത്തൂർ പാലക്കാട് ഇടനാഴി അത് എത്രത്തോളം ഗുണം ചെയ്യും ഇതിന്? കോയമ്പത്തൂർ കൊച്ചി ഇൻഡസ്ട്രിയൽ കോറിഡോറാണ്. അതായത് വ്യവസായ ഇടനാഴി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പുതിയ വ്യവസായങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി പുതുശ്ശേരി 2000 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. കണ്ണമ്പറയിൽ ഏകദേശം 400 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതെല്ലാം വരുന്നതോടുകൂടി, പുതിയ കമ്പനികൾ വരുന്നതോടുകൂടി തൊഴിൽ സാധ്യതകളും വ്യാപാര വാണിജ്യ മേഖലയിൽ, വ്യവസായ മേഖലയിലൊക്കെ വലിയ പുരോഗതി നമ്മുടെ ജില്ലയിലുണ്ടാകും. പാലക്കാട് നഗരത്തിലാണെങ്കിൽ ഏറ്റവും പുരാതനമായ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, അത് കെട്ടിടം ഇടിഞ്ഞു വീണ് ആ ബസ് സ്റ്റാൻഡ് പൂട്ടേണ്ട അവസ്ഥയിലായിരിക്കുമ്പോഴാണ് MP ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ചത് പുതിയ ബസ് ടെർമിനലിന് വേണ്ടി. അപ്പോൾ പഴയകാല ആ പാരമ്പര്യവും പൈതൃകവും ഒക്കെ കാണിക്കുന്ന പാലക്കാടിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ആകെ വികസനം, അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്ന ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കേണ്ട ആവശ്യം കണക്കിലെടുത്താണ് ഇത്രയും തുക അനുവദിച്ചത്. അപ്പം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് വരികയാണ്. ഈ ആഴ്ച തന്നെ പൂർണ്ണമായ നിർമ്മാണം കഴിയും. അഡീഷണൽ ആയിട്ട് 26 ലക്ഷം കൂടെ അനുവദിക്കേണ്ടി വന്നു. എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു. അപ്പോൾ 2 കോടി 26 ലക്ഷം രൂപ ചെലവഴിച്ച് കേരളത്തിൽ തന്നെ ഒരു മുനിസിപ്പൽ ബസ് ടെർമിനൽ ആദ്യമായിട്ടാണ് പാലക്കാട് വരുന്നത്. ഇടത് കോട്ട തിരിച്ചു പിടിക്കുന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ? ഇതിപ്പോൾ എവിടെയും കോട്ടയൊന്നുമില്ല. കാരണം ജനങ്ങളുമായിട്ട് ആര് കൂടുതൽ ഇടപെടുന്നോ, ഈ നാടിൻ്റെ നന്മ ആഗ്രഹിച്ച് ആര് പ്രവർത്തിക്കുന്നോ അവർക്ക് ജയിക്കാമെന്നുള്ളതിൻ്റെ തെളിവാണ് 2019 UDF ജയിച്ചത്. ഇതിനു മുമ്പ് പലതവണ UDF ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ആരുടെ കോട്ടയായിട്ടൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് UDF ഈ മണ്ഡലം നിലനിർത്തും. കാരണം കഴിഞ്ഞ 25 വർഷക്കാലമായി MP എന്നുള്ള ഒരു സാന്നിധ്യം പോലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഗ്രാമീണ മേഖലയിൽ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്നിടത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 5 വർഷക്കാലം ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നൽകിയ പിന്തുണ UDFന് വീണ്ടും നൽകുമെന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ പാർട്ടി വീണ്ടും മത്സരിപ്പിക്കും. ആ പാർട്ടി മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. പക്ഷെ അന്തിമ തീരുമാനമായിട്ടില്ല.
പാർട്ടി എന്നെ നിയോഗിച്ചാൽ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയാകും. മാത്രമല്ല പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനനുസരിച്ച് ഈ നാടിനു വേണ്ടി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രവർത്തിക്കും.